കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ക്ഷേത്രോത്സവത്തിനിടെ കൂട്ടയടി. ക്ഷേത്രത്തിലെ അവകാശത്തെ ചൊല്ലി രണ്ടു വീട്ടുകാർ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. കൊയ്യേരി ക്ഷേത്രത്തിലെ ആ ദൃശ്യങ്ങൾ കാണാം. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, വലിയ കൂട്ടയടി തന്നെയാണ് എരഞ്ഞിപ്പാലത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു കൂട്ടയടിയിലേക്ക് നയിച്ച കാരണം? ശ്യാമിലി, ഈ സിനിമാ ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇരു സംഘങ്ങളായി ചേരി തിരിഞ്ഞുള്ള സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് എരഞ്ഞിപ്പാലം കൊയ്യേരി എന്ന് പറയുന്ന ക്ഷേത്രത്തിലായിരുന്നു. അത് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഘർഷം ഉണ്ടായത്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ അവകാശത്തെ സംബന്ധിച്ച് 2 വീട്ടുകാർ തമ്മിൽ നാളുകളായി തന്നെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ കുടുംബാംഗങ്ങൾ കടന്നത്. അപ്പോൾ ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന ദിവസം. അപ്പോൾ ഇന്നലെ രാത്രി ഉത്സവം നടക്കുന്നതിനിടെ ഈ 2 വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളിലുമുള്ള ആളുകൾ തമ്മിൽ പരസ്പരം വാക്കേറ്റമുണ്ടാവുകയും തുടർന്നത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. നിരവധി ആളുകൾക്ക് ഈ ഒരു സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾക്ക് ഉൾപ്പെടെ ഈ ഒരു സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഒരു നിയമ നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ആരും പരാതിയൊന്നും നൽകിയിട്ടില്ല. പോലീസും കേസെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ, അതിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു തുടർക്കഥയാവുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം 20 വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ മരണപ്പെട്ടതടക്കം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രവും അതിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കം, അവിടെ നടക്കുന്ന കൂട്ടത്തല്ല്, ഇതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിൽ ആ സംഘർഷം നടക്കുമ്പോൾ അവിടെ പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പരിക്കാർക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാമിലി, ശരി, ബെൻസനാണ് വിവരങ്ങൾ.